ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് വളരെ എളുപ്പത്തിൽ നെയ്യ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു രീതിയാണ്. ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലൊന്നും യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് നെയ്യ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഞങ്ങൾ ദിവസം 1 ലിറ്റർ പാലാണ് വാങ്ങുന്നത്. രാവിലെ ചായ ഇട്ട് ബാക്കി വരുന്ന പാൽ നന്നായിട്ട് തിളപ്പിച്ച് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും. ഇങ്ങനെ ചെയ്യുന്നത് പാട നന്നായിട്ട് തെളിഞ്ഞ് കിട്ടാനാണ്. അതിനുശേഷം പാട കണ്ടെയ്നേഴ്സിലാക്കി ഫ്രീസ് ചെയ്താണ് സൂക്ഷിക്കാറ്. 1 മാസം വരെ ഫ്രീസറിൽ നമ്മൾ ഓരോ ദിവസം ശേഖരിക്കുന്ന പാട കേടുവരാതെ ഇരുന്നോളും. തൈരോ മോരോ അങ്ങനെ ഒന്നും ചേർത്ത് വെക്കേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പോൾ എന്നാണോ നമ്മൾ നെയ്യ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ദിവസം ആ ദിവസം രാവിലെ ഫ്രീസറിൽ നിന്ന് പാടയൊന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ തണുപ്പൊക്കെ ആറിയ ശേഷം ഒന്ന് ലൂസൺ ആകുമ്പം അടികട്ടിയുള്ള പാത്രത്തിലേക്ക് നമുക്ക് ഈ പാട ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ഒരു 10 to 15 മിനിറ്റ്സ് നല്ല തീയിൽ തന്നെ വയ്ക്കുക. അപ്പോൾ ഈ പാട നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഒന്ന് ലൂസണായിട്ട് വരും. പിന്നീട് നന്നായിട്ട് തിള വന്നതിന് ശേഷം കൈയെടുക്കാതെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം കൈയെടുക്കാതെ മിക്സ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഇത് അടുക്കി പിടിക്കാതിരിക്കാനാണ്. അഥവാ അടുക്കി പിടിച്ചു പോയാൽ നമ്മുടെ നെയ്യുടെ കംപ്ലീറ്റ് ടേസ്റ്റിനെ ഇത് ബാധിക്കും. ടേസ്റ്റും ആ സ്മെല്ലും ഒക്കെ മാറിപ്പോവും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പം ഞങ്ങൾ 500 ml 2 കണ്ടെയ്നേഴ്സ് ഫില്ലാവുന്ന സമയത്താണ് പാട എടുക്കാറ്. അടികട്ടിയുള്ള പാത്രത്തിൽ നമ്മൾ രാവിലെ എടുത്ത് വെച്ച് ലൂസനായ പാട ഇട്ട് കൊടുക്കും. എന്നിട്ട് ഇതുപോലെ അടുപ്പിലാണ് ചെയ്യാറ്. കാരണം ഒരു 30 to 40 മിനിറ്റ്സ് എടുക്കാറുണ്ട്. നമ്മുടെ തീയുടെ അതായത് എത്രത്തോളം നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ തീ കത്തിക്കുന്നത് അത്രത്തോളം വേഗത്തിൽ ഈ പ്രോസസ്സ് കഴിയുന്നതാണ്. അപ്പോൾ അതുമാത്രമല്ല, ഒരുപാട് വീഡിയോസിൽ ഒത്തിരി പേര് വെണ്ണയൊക്കെ ആക്കിയതിന് ശേഷം നെയ്യ് ഉരുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം നെയ്യ് ഇതിൽ നിന്ന് എടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പാടയൊന്ന് അലിഞ്ഞ് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ കൈയെടുക്കാതെ തന്നെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും നെയ്യ് ഇങ്ങനെ ഊറി വരുന്നത്. അപ്പോൾ നെയ്യ് ഊറി വന്നു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേനും നല്ല തീയിലാണെങ്കിൽ പെട്ടെന്ന് ഇത് മൂത്ത് തുടങ്ങും. കണ്ടോ, ഈ ഒരു ഗോൾഡൻ ഷെയ്ഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആ ഒരു കൊറ്റം കുറച്ചും കൂടി കളറാവുന്നതാണ്. ഒരു ഗോൾഡൻ ബ്രൗണിൽ നിന്ന് കുറച്ച് അങ്ങോട്ടാവുന്ന സമയത്ത് ആ തീയിൽ ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് നെയ്യ് ഊറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു അതായത് സ്റ്റീൽ അരിപ്പയുടെ സഹായത്തോടെ അടുപ്പൊന്നും അണയ്ക്കാതെ തന്നെ നമ്മൾ അതിൽ നിന്ന് കോരി ഊറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ചെയ്യുന്നത് മാക്സിമം നമുക്ക് നെയ്യ് അതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇത് ചെയ്യുക. എന്നിട്ട് കൊറ്റം ഓരോ പ്രാവശ്യം സ്റ്റീൽ അരിപ്പയിൽ നിന്ന് മാറ്റി ഇടുക. ലാസ്റ്റ് നമുക്ക് ഒന്നും കൂടി കൊറ്റം ഒന്ന് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് അതിൽ നിന്ന് ബാക്കിയുള്ള നീരും കൂടി പിഴിഞ്ഞെടുക്കാവുന്നതാണ്. അപ്പോൾ മാക്സിമം എമൗണ്ട് ഓഫ് നെയ്യ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇതിനകത്ത് കറിവേപ്പിലയും മുരിങ്ങയിലയൊക്കെ ഇടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പായസത്തിനൊക്കെ ഉപയോഗിക്കാൻ എടുക്കുകയാണെങ്കിൽ ആ ഒരു അരോമ നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഒന്നും ചേർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത്രയും നല്ല പ്യുവറസ്റ്റ് ഫോം ഓഫ് നെയ്യ് നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ. വളരെ ഈസിയാണ്. നമ്മൾ കുറച്ച് സമയമൊന്ന് മാറ്റി വയ്ക്കണമെന്ന് മാത്രം. ദിവസം ഒന്ന് പാല് കാച്ചി വയ്ക്കാനും അതിൽ നിന്ന് പാട ഒന്ന് ശേഖരിച്ച് വയ്ക്കാനും പിന്നെ ഈ അവസാനത്തെ പ്രോസസ്സ് മാത്രമേ കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.